ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗപ്പിയുടെ ഒരു ടാങ്ക് 200 ലിറ്ററിൻ്റെ ടാങ്കായിരുന്നു. ബാക്കി ഇതെല്ലാം നമ്മുടെ ഗാർഡൻ ഷെഡിൽ നമ്മൾ ചെയ്തേക്കുന്ന ടാങ്കുകളാണ്. ഇപ്പോൾ നമുക്കൊരു പുതിയ ടാങ്കും കൂടി കിട്ടിയിട്ടുണ്ട്. 4 ഫീറ്റ് നീളമുള്ള 300 ലിറ്ററിൻ്റെ ഒരു വലിയ അക്വേറിയം. അപ്പോൾ അതും കൂടി ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇതിനകത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. ഇവ രണ്ടും ഒരു സ്റ്റാൻഡാക്കി നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഗപ്പിയുടെ ടാങ്കിൽ വെള്ളമൊന്നും മാറ്റി, ഇത്ര നാളായിട്ട് വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളമൊന്നും മാറ്റി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു 12-13 അക്വേറിയത്തിൻ്റെ മേലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനകത്താണ് നമ്മുടെ ബീറ്റാസ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഹൈബ്രിഡ് ഗപ്പികൾ, അതെല്ലാം ഈ ഷെഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളി ഇൻസുലേറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾ കാണുന്ന അലുമിനിയം ഫോയിൽ കാണാം. ഇതിനകത്ത് നമ്മുടെ ബേബി ആക്സിലോട്ടിലുകൾ വലുതായി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഷ്രിമ്പുകൾ 2-3 വെറൈറ്റി നമ്മുടെ ഇതുകളുണ്ട്. പിന്നെ അതും ഷ്രിമ്പാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിനകത്ത് നമ്മുടെ ആപ്പിൾ സ്നെയിൽ, മിസ്റ്ററി സ്നെയിൽ, പിന്നെ അതിനകത്ത് മെഡയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇന്നിപ്പോൾ വെള്ളം മാറ്റിയപ്പോൾ കിട്ടിയതാണ് എഗ്സ്. അത് നമ്മുടെ ആപ്പിൾ സ്നെയിലിൻ്റെ ഒക്കെയാണ്. അതാണ് പിങ്ക് കളറിൽ. അപ്പോൾ അതിന് നമുക്ക് ശരിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തപ്പോൾ അതിൻ്റെ ഇത് ഒട്ടിപ്പിടിച്ചാണ്. അത് നമുക്ക് ഇനി വിരിച്ചെടുക്കണം. അതിനുള്ള പരിപാടികൾ ചെയ്യണം. അപ്പോൾ ഇത്രയും സെറ്റപ്പ് നമ്മൾ ഈ ഷെഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അക്വേറിയം ഷെഡായി മാറി മുഴുവൻ. ഇപ്പോൾ എന്തായാലും 2 റാക്കിലും 3 സ്റ്റാൻഡുമായിട്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്തേക്കാണ്. 3 സൈഡിലും നമ്മൾക്ക് ഫുള്ള് ടാങ്കുകളാണ്. നമ്മുടെ കയ്യിൽ എല്ലാത്തരം ഇപ്പോൾ 3-4 വെറൈറ്റി ഗപ്പി ഇവിടെ തന്നെയുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ അകത്ത് ഉള്ള സ്റ്റാൻഡിലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഷെഡിലാണ് നമ്മളിപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് മാറ്റാണ്. പിന്നെ നമുക്കധികം ബുദ്ധിമുട്ടുകളില്ല. ഈ ഷെഡിൽ ഫുള്ള് എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തേക്കാണ്. ലൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ എയർ പമ്പ് ഓൾറെഡി ഉണ്ട്, ഹീറ്ററും കൂടി ഉണ്ട്. പിന്നെ ഇൻസുലേറ്റ് ചെയ്തേക്കുന്ന കാരണം അധികം ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം വരുന്നില്ല എല്ലാത്തിലും. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റും പിന്നെ പുതിയ വീഡിയോസും നമ്മൾ വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്